ക്ഷേത്രങ്ങളെ പരിപാലിച്ച് സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡുകൾ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ള ചെയ്യുന്ന സംഘങ്ങളായി മാറിയെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ.വി. ബാബു ആരോപിച്ചു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ ദേവസ്വം ബോർഡ് രാജിവെച്ചൊഴിയണമെന്നാവശ്യപ്പെട്ട് പറവൂർ ദേവസ്വം ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയെ കൊള്ളയടിക്കുകയായിരുന്നു എല്ലാം ചേർന്ന് കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ കൂട്ടുനിന്നു എന്ന് വേണം കരുതാൻ. ഈ കൊള്ള മുഴുവൻ നടന്നത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് ചുരുക്കി കൊണ്ടുവരാൻ ലഘൂകരിച്ച് ഒരു ഉദ്യോഗസ്ഥ തല വീഴ്ചയാണെന്ന് സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും അതേപോലെ മന്ത്രി വാസവനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ, ദേവസ്വം ബോർഡ് മന്ത്രി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു അവതാരത്തിന് ശബരിമലയിലും ശബരിമലയ്ക്ക് പുറത്തും ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ, പണം പിരിക്കാൻ, ശബരിമലയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, വിശ്വാസികളുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ശബരിമലയുടെ പവിത്രമായ സ്വർണ്ണപ്പാലുകൾ അല്ലെങ്കിൽ സ്വർണ്ണ പലകകൾ പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ആയിട്ട് പണം പിരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞത് ശബരിമല ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെയാണ്, ദേവസ്വം ബോർഡ് അറിയാതെയാണ്, ഈ പറയുന്ന മന്ത്രിമാരറിയാതെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ശബരിമലയിൽ നടന്നത് ദേവസ്വം ബോർഡ് ഭരണാധികാരികളുടെ പങ്കാളിത്തത്തിൽ നടന്ന കുറ്റകൃത്യമാണ്. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടവർ തന്നെ അപഹർത്താക്കളായി മാറിയതായും ബാബു ആരോപിച്ചു. കേരള ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ മുൻപ് ദേവസ്വം വിജിലൻസിൽ പ്രവർത്തിച്ചവർ ഉൾപ്പെട്ടത് ആശങ്കാജനകമാണ്. ഇക്കാര്യം ഹൈക്കോടതി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആർ.വി. ബാബു പറഞ്ഞു. ശബരിമലയെ രക്ഷിക്കാൻ ഹിന്ദു ഐക്യവേദി ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ചിന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എം.സി. സാബുശാന്തി, സംസ്ഥാന ഉപാധ്യക്ഷൻ പി.കെ. ചന്ദ്രശേഖരൻ, പി.സി. ബാബു, എ.ബി. ബിജു, എം.കെ. സജീവൻ, വി.എൻ. സന്തോഷ്, സരസ ബൈജു, പത്മജ രവീന്ദ്രൻ, ബാൻസി സാബു എന്നിവർ നേതൃത്വം നൽകി.